നമസ്കാരം. എനിക്കിന്ന് പറയാനുള്ളത് നമ്മൾ ഓരോരുത്തരെയും കുറിച്ചാണ്. 150 കോടി ജനങ്ങളോളം വരുന്ന ഒരു വലിയ സമൂഹത്തിലെ നമ്മൾ ഓരോരുത്തരെയും കുറിച്ച്. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ അഭിമാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഇവിടെ ഒരുപാട് വികസനം നടക്കുന്നുണ്ട്. വലിയ വലിയ IITകളുണ്ട്. ഓരോ വർഷവും അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീനിയസുകളെയാണ്. ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിയസുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുടെ CEO പദവി വരെ അലങ്കരിക്കുന്നത്. ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം. പക്ഷേ അതാണോ ശരിക്കുമുള്ള റിയാലിറ്റി? നമ്മളിന്ന് പരിശോധിക്കുന്നത് വളരെ അൺകംഫോർട്ടബിളായിട്ടുള്ള ഒരു ഫാക്റ്റിനെ കുറിച്ചാണ്. ഏതാണ്ട് ഇന്ത്യക്ക് സമാനമായിട്ടുള്ള ഒരു പാസ്റ്റാണ് ചൈനയ്ക്കുണ്ടായിരുന്നത്. ചൈനയും ഇന്ത്യയും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിൽ അല്പം മേൽക്കോയ്മ ഉണ്ടായിരുന്നത് ഇന്ത്യക്കായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് എവിടെയോ അടിതെറ്റി. ശരിക്കും അടിതെറ്റിയത് തുടക്കഘട്ടത്തിൽ തന്നെയായിരുന്നു. ആ തുടക്കഘട്ടത്തിലെ ഇന്ത്യയുടെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം ഇന്ത്യയെ തുടക്കത്തിൽ വലിയൊരു നേട്ടത്തിലേക്കൊക്കെ നയിച്ചു. പക്ഷേ ചൈന പതിയെ പതിയെ ഒരു ആമയെപ്പോലെ ഇഴഞ്ഞിഴഞ്ഞ് ആ റേസിൽ വിജയിക്കുകയാണ് ഉണ്ടായത്. എന്താണ് ശരിക്കും ഇന്ത്യക്ക് പറ്റിയത്? ഇന്ത്യയെ തറ പറ്റിക്കാൻ എങ്ങനെ ചൈനയ്ക്ക് സാധിച്ചു? ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായി എങ്ങനെയാണ് ചൈന മാറിയത്? ഇന്ത്യ അവിടെ പരാജയപ്പെട്ടു പോയത് എങ്ങനെയാണ്? ഇന്ത്യയിൽ ഒരുപാട് ശതകോടീശ്വരന്മാരുണ്ട്. വലിയ വലിയ പട്ടണങ്ങളുണ്ട്. പട്ടണങ്ങളിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ട്. വലിയ വലിയ സൗകര്യങ്ങളുള്ള IITകളുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രീമിയമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് ഈ പറയപ്പെടുന്ന IITകളൊക്കെ. പക്ഷേ അടിസ്ഥാനപരമായിട്ടും നമ്മൾ പരാജയപ്പെട്ടു പോയില്ലേ? ശരിക്കും നടന്നിട്ടുള്ള നാഷണൽ ലെവലിലുള്ള ചില പഠനങ്ങൾ നമുക്കൊന്ന് നോക്കാം. സ്കൂൾ തലത്തിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് ഏകദേശം ഒരു 10 വയസ്സ് പ്രായം കാണും. അവരിൽ നടത്തിയിട്ടുള്ളൊരു സർവേ, ആ സർവേ ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു സർവേ ആയിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ ഏകദേശം 50% വരുന്ന കുട്ടികൾക്ക് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പാഠപുസ്തകം ഒന്ന് വായിക്കാൻ പോലും സാധിക്കുന്നില്ല. അതായത് 10 വയസ്സുള്ള കുട്ടി, ആ കുട്ടിക്ക് 7 വയസ്സുള്ളൊരു കുട്ടിക്ക് വായിക്കാൻ സാധിക്കുന്ന പുസ്തകം പോലും ഇന്ത്യയിൽ വായിക്കാൻ സാധിക്കുന്നില്ല. കണക്കിൻ്റെ കാര്യം വരുമ്പോഴാണ് ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 100 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ വെറും 25% കുട്ടികൾക്ക് മാത്രമാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കണക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നത്. ബാക്കി 75% ആളുകൾക്കും അവർ പഠിക്കുന്ന ക്ലാസ്സിലെ അല്ല, അതിനേക്കാൾ 2 വർഷം താഴെയുള്ള ക്ലാസ്സിലെ കണക്ക് പോലും സോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഹരിക്കൽ പോലും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇന്ത്യയും ചൈനയും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു തുടങ്ങിയത്. പക്ഷേ ഇന്ത്യ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസത്തിനാണ്. ഏറ്റവും മികച്ച ഉയർന്ന വിദ്യാഭ്യാസം ഒരുക്കാനുള്ള ശ്രമമായിരുന്നു. എല്ലാവർക്കും ഏറ്റവും മികച്ച ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയില്ല. ഒന്നാമത് വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുന്നത്. ഞാൻ പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞുള്ള ആദ്യ കാലഘട്ടങ്ങളെക്കുറിച്ചാണ്. പക്ഷേ അതേസമയം ചൈന, അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഏറ്റവും താഴെ തട്ടിലുള്ള കുട്ടികൾക്കായിരുന്നു. ഏറ്റവും താഴെ തട്ട്, ഏറ്റവും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നിർബന്ധിതമായിട്ടും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്നതിലാണ് അവർ ശ്രദ്ധ കൊടുത്തത്. അതിനൊക്കെ ശേഷമാണ് അവർ ടോപ്പ് ലെവലിലേക്ക് പോയത്. നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലേക്ക് പോകാം. ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതി? ഏകദേശം ഒരു ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഗുരുവിൻ്റെ അടുത്തേക്ക് പോകുന്നു, ഗുരു ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പ്രധാനമായിട്ടും മതപരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സാൻസ്ക്രിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഫിലോസഫി, ലോജിക്സ്, ഇതൊക്കെയാണ് ആ കാലഘട്ടങ്ങളിൽ പഠിച്ചിരുന്നത്. പക്ഷേ ഈ വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടിയിരുന്നോ? ഇല്ല. ഈ വിദ്യാഭ്യാസം കിട്ടിയിരുന്നത് ഉയർന്ന ജാതിയിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്. അത് ഏതാണ്ട് ഒരു ന്യൂനപക്ഷം മാത്രം. ബഹുഭൂരിപക്ഷം ആളുകൾക്കും വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. അവർക്ക് സ്കൂളിൻ്റെ 7 അയലത്തേക്ക് പോലും പോകാൻ സാധിച്ചിരുന്നുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ബ്രിട്ടീഷുകാരുടെ കടന്നുവരവ്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ വലിയ രീതിയിൽ ഉത്ബോധിപ്പിക്കണമെന്നുള്ള ഒരു ചിന്തയുമില്ല. അവർക്ക് വേണ്ടത് അവരുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള പണം. പിന്നെ അവർക്കിവിടെ സുഖമായിട്ട് ഭരിക്കണം. അങ്ങനെ ഭരിക്കാനായിട്ട് ചീപ്പായിട്ടുള്ള കോസ്റ്റിൽ ചില ആളുകളെയും അവർക്ക് ആവശ്യമുണ്ട്.
ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെക്കുറിച്ച് അവർ കാര്യമായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഒരു മേന്മയുമില്ല. എന്നാൽ കോട്ടവും സംഭവിക്കും. അറിവും വിദ്യാഭ്യാസവും ഒക്കെ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ബ്രിട്ടീഷുകാരെ തന്നെ വേണമെങ്കിൽ ഇവിടുന്ന് പുറത്താക്കാൻ സാധിക്കും, ആ വിദ്യാഭ്യാസം ഉപയോഗിച്ച്, ആ അറിവ് ഉപയോഗിച്ചിട്ട്. എന്നാൽ അവരെ പാടെ അങ്ങ് അവഗണിച്ചിട്ട് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ക്രീം ഓഫ് ദ ക്രീമായിട്ടുള്ള എലൈറ്റ് ക്ലാസ്സിലെ ആളുകളെ മാത്രം തിരഞ്ഞുപിടിക്കുക. അവർക്ക് പ്രധാനമായിട്ടും ശാസ്ത്രവും കണക്കും അതുപോലെ ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിക്കുക. എന്തിനാണ് അവരെ പഠിപ്പിച്ചെടുക്കുന്നത്? ഈ ബ്രിട്ടീഷുകാരെ സെർവ് ചെയ്യാനായിട്ട്, ക്ലറിക്കൽ ജോലികൾ ചെയ്യാനായിട്ട്, ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടുള്ള സിവിൽ സർവീസ് ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ പണം ചെലവഴിച്ചത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഉപയോഗിച്ച പണത്തിൻ്റെ ഏകദേശം 50% മുകളിലും ചെലവഴിച്ചത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിനും ഹയർ എഡ്യൂക്കേഷനും വേണ്ടി മാത്രമായിരുന്നു. അപ്പോഴും സാധാരണക്കാർ തിരസ്കരിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുമ്പോൾ, അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, ഇന്ത്യയിൽ എഴുതാനും വായിക്കാനും സ്വന്തം പേരൊന്ന് എഴുതാൻ പോലും അറിയാവുന്നവരുടെ എണ്ണം 15%-ലും താഴെ മാത്രമായിരുന്നു. ബാക്കി വരുന്ന 85% ആളുകൾക്കും ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം അത് ഇന്ത്യയിൽ ഏറെക്കുറെ സ്ട്രോങ് ആണ്. പക്ഷേ അത് ബ്രിട്ടീഷുകാരെ സേവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണെന്ന് മാത്രം. ഇങ്ങനൊരു ബ്ലൂ പ്രിൻ്റാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ കയ്യിലേക്ക് ബ്രിട്ടീഷുകാർ വെച്ച് നൽകിയത്. അതിനുശേഷം ഇന്ത്യ കാര്യമായിട്ടൊന്നും മാറിയില്ല. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇന്ത്യ പിന്നീട് ഫോളോ ചെയ്തത്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് മതിപ്പുണ്ട്. വളരെയധികം ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ഒരു വിഷണറി ആയിരുന്നു. അദ്ദേഹത്തിന് നല്ല ദീർഘവീക്ഷണമുണ്ടായിരുന്നു. പക്ഷേ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒന്ന് പിഴച്ചു പോയില്ലേ? ആദ്യ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അത് സാധാരണ ആളുകൾക്കൊക്കെ തോന്നുന്ന തരത്തിലുള്ള ചിന്തകൾ തന്നെയായിരുന്നു. ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ടെക്നോളജി കൊണ്ടുവരണമെങ്കിൽ, ഒരു പാലം പണിയണമെങ്കിൽ, ഒരു ഡാം പണിയണമെങ്കിൽ, ഒരു പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ നിർമ്മിക്കണമെങ്കിൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വിദേശ ശക്തികളെ നമ്മൾ ആശ്രയിക്കണം. കാരണം അതിനുള്ള വിദ്യാഭ്യാസമോ ടെക്നോളജിയോ ഒന്നും നമുക്കില്ല. അത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടെക്നോളജികൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന എൻജിനീയേഴ്സിനെ ഇന്ത്യ ഉണ്ടാക്കിയെടുക്കണം. അതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മാതൃക ഒപ്പം തന്നെ ഉണ്ട്. ആ മാതൃക അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, MITയുടെ മാതൃകയിൽ ഇന്ത്യയിൽ IIT സ്ഥാപിച്ചു. ആദ്യത്തെ IIT ആണ് ഖരഗ്പൂർ IIT. ഖരഗ്പൂർ IIT സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ബ്രിട്ടീഷുകാരുടെ ഒരു ഡിറ്റക്ഷൻ സെൻ്ററായിരുന്നു. അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഈ ക്യാമ്പിൽ കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതികാരം എന്ന രീതിയിലാണ് കൃത്യം അവിടെ തന്നെ ജവഹർലാൽ നെഹ്റു IIT ഖരഗ്പൂർ സ്ഥാപിക്കുന്നത്. 1960-കളാകുമ്പോഴേക്കും ഇന്ത്യയിലെ മൊത്തം IITകളുടെ എണ്ണം ഏകദേശം 5ഓളമായി. കോടിക്കണക്കിന് പണം, ആ കാലഘട്ടത്തിൽ നമുക്ക് അവൈലബിൾ ആയിരുന്ന കോടിക്കണക്കിന് പണം ഈ മേഖലയിലേക്ക് വേണ്ടി തന്നെയാണ് ചിലവഴിച്ചിരുന്നത്. പക്ഷേ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ അപ്പോഴും തിരസ്കരിക്കപ്പെട്ടു. അത്രയധികം പണം ചിലവഴിച്ചൊരു ഹയർ എഡ്യൂക്കേഷൻ സെൻറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ ആർക്കാണ് പഠിക്കാൻ സാധിക്കുന്നത്? ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമോ? അവർ ശരിക്കും സ്കൂളിൻ്റെ പടി പോലും കണ്ടിട്ടില്ല. ഒരു മിഡിൽ ക്ലാസ്, ആ കാലഘട്ടത്തിലൊരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എന്നാൽ പോലും ഒരു മിഡിൽ ക്ലാസ്സിന് പോലും ഒരു പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വളരെ ക്രീം ഓഫ് ദ ക്രീമായിട്ടുള്ള ഒരു ചെറിയ ശതമാനം ആളുകൾക്ക്, ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് ആ കാലഘട്ടത്തിൽ ഈ IITകളിൽ പ്രവേശനം നേടാനും വിദ്യാഭ്യാസം നടത്താനും സാധിച്ചെടുത്തത്. ഇന്ത്യ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചപ്പോൾ ചൈന മറ്റൊരു റൂട്ടാണ് സ്വീകരിച്ചത്. അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളൊക്കെയുണ്ട്. ചൈനയോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. വളരെ ചെറിയ രാജ്യമാണെങ്കിലും അത് അതിശക്തമായിട്ടുള്ളൊരു രാജ്യമാണ്. ആ ചെറിയ രാജ്യം എങ്ങനെയാണ് അതിശക്തമായിട്ടുള്ളൊരു ഭീകരമായിട്ടുള്ളൊരു രാജ്യമായതെന്ന് വിവരിക്കുന്ന സമ്പൂർണ്ണമായിട്ടുള്ളൊരു ചരിത്ര വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കുക. ജപ്പാൻ ചൈനയെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടേയിരുന്നു. കാരണം അവരുടെ തൊട്ടടുത്തുള്ള ഒരു വലിയ ഭീകര രാജ്യമാണല്ലോ. ഒരുപാട്
ആളുകളുണ്ട്. ആ ആളുകളെ ചൂഷണം ചെയ്യുക എന്നുള്ളത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. ചൈന നിരന്തരമായി അവരോട് പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. ചൈന ശരിക്കും ഒന്ന് അനലൈസ് ചെയ്തു, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പരാജയപ്പെടുന്നത്. ഇന്ത്യയിലുണ്ടായിരുന്നതുപോലെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി മാത്രം, ക്ലറിക്കൽ ജോലികൾക്ക് വേണ്ടി മാത്രം വാർത്തെടുത്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമായിരുന്നു ചൈനയ്ക്കുണ്ടായിരുന്നത്. ചൈന ആ എഡ്യൂക്കേഷൻ സിസ്റ്റം പൂർണ്ണമായിട്ടും അങ്ങ് ഒഴിവാക്കി. ജപ്പാനിലേക്ക് നോക്കി. ജപ്പാനിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അവരെങ്ങനെയാണ് ഇത്രയും ശക്തമായിട്ടുള്ളൊരു രാജ്യമായി മാറിയത്? അതിൻ്റെ കാരണം അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ജപ്പാൻ എല്ലാ ആളുകൾക്കും നിർബന്ധിതമായിട്ടും വിദ്യാഭ്യാസം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്കും അത് ആസൂത്രണം ചെയ്തുകൂടെ? ചൈനയും അത് ആവർത്തിച്ചു. കാര്യമായിട്ടുള്ള പണമൊന്നുമില്ല, ഇന്നത്തെ ചൈനയല്ല അന്നത്തെ ചൈന. പക്ഷേ ഉള്ള പണം വെച്ച് അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. അതിനുവേണ്ടി ചൈനയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെ വരെ ഉൾപ്പെടുത്തി 80% വരുന്ന കുട്ടികൾക്ക്, കൊച്ചുകുട്ടികൾക്ക് പ്രാഥമികമായിട്ടുള്ള നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കാൻ ചൈന തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ പണം വകമാറ്റി ചിലവഴിച്ചു. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു വർഷം നിർബന്ധിതമായിട്ടും അടിസ്ഥാന വിദ്യാഭ്യാസം, അതായത് കണക്ക് കൂട്ടാനും കുറയ്ക്കാനും വായിക്കാനും എഴുതാനുമുള്ള വിദ്യാഭ്യാസം. അത് വെറുതെ ഒരു എക്സാം പാസ്സായി കിട്ടുന്ന ഒരു വിദ്യാഭ്യാസമല്ല, അത് ഉറപ്പുവരുത്തും. ആ ഒരു വർഷം കൊണ്ട് അത്രയും വിദ്യാർത്ഥികൾക്ക് എഴുതാനും വായിക്കാനും കഴിയുന്നുണ്ട്, അവർക്ക് കൂട്ടാനും കുറയ്ക്കാനും കഴിയുന്നുണ്ട്. ആ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ അത് 2ാം വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നീട് കുറച്ചധികം കാലഘട്ടം കൂടി കഴിഞ്ഞപ്പോഴേക്കും അവരത് ഏകദേശം 4 വർഷത്തെ ഫൗണ്ടേഷണൽ എഡ്യൂക്കേഷനാക്കി മാറ്റിയെടുത്തു. അതോടുകൂടി ചൈനയിലെ 80% മുകളിൽ വരുന്ന കുട്ടികൾക്ക് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞു. അവർക്കൊരു പുസ്തകം വേണമെങ്കിൽ വായിക്കാം, അവർക്ക് ഒരു മാനുവൽ വായിച്ച് പരിശോധിക്കാം. അങ്ങനെ വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾക്ക് ഒരു മാനുവൽ പരിശോധിച്ചിട്ട് അതിനനുസരിച്ച് ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് തകരാറുകളുണ്ടെങ്കിൽ ആ തകരാറുകൾ തിരുത്താൻ സാധിക്കും. വേണ്ടി വന്നാൽ ഒരു ചെറിയ മെഷീൻ ഉണ്ടാക്കിയെടുക്കാൻ പോലും ആ കാലഘട്ടത്തിലെ ചൈനക്കാർക്ക് സാധിക്കും. കാരണം അവിടെ കോമ്പറ്റീഷൻ നടക്കുന്നത് 80% വരുന്ന വലിയ ജനസംഖ്യയിൽ നിന്നാണ്. ആ 80% നിന്നും നിരന്തരമായിട്ടുള്ള കോമ്പറ്റീഷനിലൂടെ ഏറ്റവും മികച്ച എൻജിനീയേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് IIT നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന വലിയ എൻജിനീയേഴ്സിനെ കുറിച്ചല്ല. ഞാൻ പറയുന്നത് ഒരു ഡിപ്ലോമ തരത്തിൽ, ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിലെ അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കുന്ന തരത്തിലേക്ക് അവർ ഒരു വലിയ സമൂഹത്തെ ഉണ്ടാക്കിയെടുത്തു. 1980-കളായപ്പോൾ ചൈന ഒരു അത്ഭുതം സൃഷ്ടിച്ചു. അവർക്ക് ഏകദേശം 80% അവരുടെ ലിറ്ററസി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. അതേസമയം ഇന്ത്യയിലെ ലിറ്ററസി അതിൻ്റെ പകുതി മാത്രം. അതായത് വെറും 40% ആളുകൾക്ക് മാത്രമാണ് എഴുതാനും വായിക്കാനും സാധിക്കുന്നത്. ഇതൊരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കും. എപ്പോഴാണെന്നല്ലേ? ചൈന ഗ്ലോബലൈസേഷൻ നടത്തി, ഗ്ലോബലൈസേഷന് വിധേയമായി. അപ്പോൾ ലോകത്തുള്ള കമ്പനികൾക്കെല്ലാം ചൈനയിലേക്ക് വരാം വേണമെങ്കിൽ. ചൈനയിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണ്? ചൈനയിൽ എഴുതാനും വായിക്കാനും ലാബ് മാനുവൽ ഉപയോഗിച്ചിട്ട് മെഷീനുകൾ ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന വലിയ സമൂഹമുണ്ട്. ആ വലിയ സമൂഹത്തിന് വേണ്ടത് ജോലിയാണ്. അവർക്ക് താരതമ്യേന കുറഞ്ഞ ശമ്പളം മാത്രം കൊടുത്താൽ മതി. കമ്പനികളെല്ലാം ചൈനയിലേക്ക് ഉറ്റുനോക്കി. ഇനിയത്തെ ഭാവി ചൈനയാണെന്ന് അവർ മനസ്സിലാക്കി. അവരെല്ലാം ചൈനയിൽ ഓരോരോ ഫാക്ടറികൾ ആരംഭിക്കാൻ തുടങ്ങി. പ്രധാനപ്പെട്ട ആകർഷണം അവിടുത്തെ വർക്ക് ഫോഴ്സാണ്. ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ ആ കാലഘട്ടത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു കമ്പനി സ്ഥാപിച്ചാലും അവിടെ പണിയെടുക്കാനും മാത്രം വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇല്ല, വളരെ കുറവാണ്. ചൈനയുടെ സ്ഥിതി നേരെ വിപരീതമാണ്. ചെറിയ പൈസയ്ക്ക് നല്ല സ്കിൽഡായിട്ടുള്ള ഒരുപാട് ജീവനക്കാരെ അവർക്ക് കിട്ടും. അങ്ങനെ ശരിക്കും ലോകത്തിൻ്റെ തന്നെ ഒരു ഫാക്ടറിയായി ചൈന മാറാൻ തുടങ്ങി. 1980-കൾക്ക് മുമ്പ് വരെ ചൈനയിലെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് കൃഷിയാണ്. അത് ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ 80-കളിൽ ഇങ്ങനൊരു മാറ്റം സംഭവിച്ചതോടുകൂടി ചൈനയിൽ ഫാക്ടറികൾ വന്നു, ഫാക്ടറി ജീവനക്കാർ ഒരുപാടായി. അതോടുകൂടി അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് സംഭവിച്ചു. അത് ചൈനയെ മോശമായിട്ടൊന്നും ബാധിച്ചില്ല. കാരണം ടെക്നോളജി വന്നല്ലോ. കുറച്ച് ആളുകൾക്ക് തന്നെ കൂടുതൽ ഈൽഡ് ഉണ്ടാക്കാൻ സാധിച്ചു. കുറച്ച് ആളുകൾ മാത്രം കൃഷി ചെയ്താൽ മതി, ചൈനയ്ക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള ആളുകൾ ഫാക്ടറിയിൽ ജോലി ചെയ്യും. അതിലൂടെ വിദേശ കറൻസി അവിടേക്ക് ഒഴുകിയെത്തും. കൂടുതൽ GDP വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും. ഇന്ത്യയിലെ അവസ്ഥ എന്തായിരുന്നു? ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസമൊന്നും ഇന്ത്യയിലുള്ളവർക്ക്
ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ബഹുഭൂരിപക്ഷം ആളുകളും കൃഷിയെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. കൃഷിയെ ആശ്രയിച്ച് വലിയൊരു കൂട്ടം ആളുകൾ കഴിയുകയാണെങ്കിൽ അവർക്ക് കാര്യമായിട്ടുള്ള ഈൽഡൊന്നും കിട്ടില്ല. അതോടുകൂടി നമ്മുടെ കർഷകരെല്ലാം കടക്കെണിയിലായി കഴിഞ്ഞാൽ ആ കൃഷി ഉപേക്ഷിച്ച് വേറെന്തെങ്കിലും ഒരു ജോലി അന്വേഷിച്ച് പോകാമല്ലോ, അല്ലെങ്കിൽ പോകണമല്ലോ. പക്ഷേ വിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹത്തിന് എങ്ങനെയാണ് മറ്റൊരു ജോലി അന്വേഷിച്ച് പോകാൻ സാധിക്കുന്നത്? പല ആളുകൾക്കും കുലത്തൊഴിലുകളുണ്ട്. ചിലരൊക്കെ ബ്ലാക്ക് സ്മിത്തുകളാണ്, അല്ലെങ്കിൽ മരം കയറുന്ന തെങ്ങ് കയറുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും അപ്പോഴും കൃഷിയെ മാത്രം ആശ്രയിച്ചിട്ടാണ് കഴിയുന്നത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വിരുദ്ധമായിട്ടുള്ള ചില പ്രദേശങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലുണ്ട്. അതിന് കാരണമായി മാറിയത് ഇന്ത്യയിൽ എത്തിച്ചേർന്ന ക്രിസ്ത്യൻ മിഷണറികളാണ്. അവിടെ ഇംഗ്ലീഷും സയൻസും മാത്സും ഒക്കെ അവർ പഠിപ്പിച്ചു. അത്തരത്തിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനൊരു മാറ്റം ആദ്യ കാലഘട്ടങ്ങളിൽ നടന്നത് കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നായിരുന്നു. ഇന്ത്യയുടെ ടോപ്പ് ഡൗൺ അപ്രോച്ച് വേറൊരു രീതിയിലും ഇന്ത്യയെ നേരിട്ട് ബാധിച്ചു. അതാണ് ബ്രെയിൻ ഡ്രെയിൻ. ഇപ്പം ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല ആളുകളും ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങൾ UK പോയി ഉന്നത വിദ്യാഭ്യാസം നടത്തി അവിടെ സ്ട്രഗിൾ ചെയ്ത് അവിടെ ഒരു ജോലി മേടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ അത് ശരിക്കും ഒരു ബ്രെയിൻ ഡ്രെയിൻ അല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ഇന്ത്യയിൽ നഴ്സിംഗ് കോളേജുകളിലൊക്കെ പോയി നേഴ്സായിട്ട് മാറി പിന്നെ യൂറോപ്പിലൊക്കെ പോയി അവിടെ സെറ്റിൽ ചെയ്താലും അത് ഇന്ത്യയെ കാര്യമായിട്ട് ബാധിക്കില്ല. കാരണം ഇന്ത്യയിൽ ഒരുപാട് നഴ്സുമാരുണ്ട്. നഴ്സുമാരുടെ ഒരു ക്ഷാമം ഇന്ത്യയിൽ അനുഭവിച്ചിട്ടേയില്ല. പക്ഷേ IITകൾ പഠിച്ചിറങ്ങുന്നവർ, അതായത് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബഹുഭൂരിപക്ഷം പണവും ആദ്യ കാലഘട്ടങ്ങളിൽ ചെലവഴിച്ച ഈ IITയിൽ പഠിച്ചിറങ്ങുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ജീനിയസ് ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ ജോലി ചെയ്യാതെ, അല്ലെങ്കിൽ ഇന്ത്യയിലൊരു ഫാക്ടറി ആരംഭിക്കാതെ നേരെ അമേരിക്കയിലോ യൂറോപ്പിലോ പോയി അവിടെ ജോലി ചെയ്യുകയും അവിടുത്തെ ഒരു പെർമനൻറ്റ് സിറ്റിസണായിട്ട് മാറുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ബ്രെയിൻ ഡ്രെയിനാണ്. അവരെ അങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി കോടികൾ ചെലവഴിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് കൂടി അവകാശപ്പെട്ട പണം ഉപയോഗിച്ചിട്ടാണ് അവർ ഏറ്റവും മികച്ച IITകളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയത്. അവർ ഇവിടെ നിന്ന് അമേരിക്കയിലും അതുപോലെ യൂറോപ്പിലുമൊക്കെ പോയി ജോലി നേടിയതിനെക്കുറിച്ച് ഞാൻ ഒരു രീതിയിലും കുറ്റം പറയത്തില്ല. അവർ ചെയ്തത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അങ്ങനെ തന്നെ ചെയ്യണം. കാരണം ഇന്ത്യയിൽ അതിനുള്ള സൗകര്യമില്ല. ഇന്ത്യയിൽ അത്തരത്തിൽ മികച്ച സ്ഥാപനങ്ങളില്ല, അത്രയും ഉയർന്ന ശമ്പളം അവർക്ക് കിട്ടുന്നില്ല, അത്രയും മികച്ച ജീവിത സാഹചര്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവർ ഇന്ത്യയിൽ തന്നെ നിൽക്കണമെന്ന് നമ്മൾ പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല. അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് IITയിൽ അഡ്മിഷൻ കിട്ടിയതും അവർക്ക് ഉയർന്ന മാർക്കോടുകൂടി അവിടെ വിജയിക്കാനും സ്കില്ലുണ്ടാക്കിയെടുക്കാനും സാധിച്ചത്. ആ സ്കില്ല് അവർ എവിടെ ഉപയോഗിക്കണമെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അത്തരത്തിലുള്ളൊരു സ്ട്രക്ചറാക്കി മാറ്റിയെടുത്തത് നമ്മൾ ഇന്ത്യക്കാർ തന്നെയല്ലേ. ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുകയും എന്നാൽ ഇവിടെ കാര്യമായിട്ട് ഫാക്ടറികൾ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടുത്തെ ഒരു സിറ്റിസണായി മാറുകയും അവിടുത്തെ വലിയ വലിയ കമ്പനികളുടെ CEO പദവി വരെ അലങ്കരിക്കുകയും ചെയ്യുന്നത്. അത് ശരിക്കും ബ്രെയിൻ ഡ്രെയിനാണ്. ഈ ബ്രെയിൻ ഡ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ടോപ്പ് ഡൗൺ അപ്രോച്ചായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി തന്നെ നടന്നിട്ടുണ്ട്. JEE എക്സാം ഇന്ത്യയിലെ IITകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സാമാണ്. ഈ എക്സാം എഴുതി ആദ്യത്തെ 1000 റാങ്കിൽ പെടുന്നവരിൽ 40% പേരും അവരുടെ വിദ്യാഭ്യാസത്തിന് ശേഷം വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നീട് അവർ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടി അവിടെ തന്നെ തുടരുന്നു. 100 റാങ്കുകാരുടെ ഒരു ലിസ്റ്റ് എടുക്കാം. ആ 100 റാങ്കുകാരുടെ ലിസ്റ്റിൽ 60% ആളുകളും അവരുടെ വിദ്യാഭ്യാസത്തിന് ശേഷം നേരെ പോകുന്നത് വിദേശ രാജ്യങ്ങളിലേക്കാണ്. ഇനി ആദ്യത്തെ 10 റാങ്കുകാരെ എടുക്കാം. അതായത് ഏറ്റവും മികച്ച, ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സിറ്റിസൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ 10 റാങ്കിൽ വരുന്ന ആളുകളിൽ 90% ആളുകളും വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. അവിടെ പോയി അവിടെ ജോലി ചെയ്ത് അവിടുത്തെ കമ്പനികളെ അവർ വികസിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇന്ത്യ ചെലവഴിച്ച പണം മുഴുവനും, ശരിക്കും ആ പണം വേസ്റ്റായിട്ട് പോകുന്നില്ല, ആ പണം മുഴുവനും വിദേശ രാജ്യങ്ങൾക്കാണ് ലാഭമായിട്ട് മാറുന്നത്. ഇന്ത്യ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിലെ കമ്പനികളിലെ ജോലിക്കാരായി വിദേശ രാജ്യങ്ങളിൽ തുടരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സീരീസാണ് സ്ക്വിഡ് ഗെയിം.
സ്ക്വിഡ് ഗെയിം ശരിക്കും യഥാർത്ഥത്തിൽ നടക്കുന്നത് നമ്മുടെ ഈ സ്വന്തം രാജ്യത്ത് തന്നെയല്ലേ? സർവൈവ് ചെയ്യാൻ വേണ്ടി ആളുകൾ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നു. കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ അവർ ഉറക്കം മുളച്ചിരുന്ന് പഠിക്കുന്നു. അങ്ങനെ പഠിച്ച് ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് വരുന്ന ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. പക്ഷേ ഈ JEE എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കളായിരിക്കും. ഏറ്റവും ഉയർന്ന റാങ്ക് കിട്ടുന്നവരൊക്കെ അല്പം എലൈറ്റ് ക്ലാസ്സിൽ പെടുന്നവരായിരിക്കും. എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, പക്ഷേ ബഹുഭൂരിപക്ഷവും നല്ല വിദ്യാഭ്യാസവും നല്ല കോച്ചിങ്ങും ചെറിയ പ്രായം മുതൽ തന്നെ കിട്ടുന്നവരായിരിക്കും JEE എക്സാം ക്രാക്ക് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിൻ്റെ കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരൻ്റെ കുട്ടിക്കോ അതുമല്ലെങ്കിൽ ഒരു ക്ലർക്കിൻ്റെ കുട്ടിക്ക് പോലും കാര്യമായിട്ട് ഒരു വിദ്യാഭ്യാസം കിട്ടാതെ, വിദ്യാഭ്യാസമൊക്കെ കിട്ടുന്നുണ്ട്, നമ്മുടെ സാധാരണ സ്കൂളുകളിൽ നിന്നും വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, പക്ഷേ ആ വിദ്യാഭ്യാസം കൊണ്ട് ഒരിക്കലും JEE പോലുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല. കാരണം അത്രയ്ക്കുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനം. ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അടിക്കടി ഇൻസ്പെക്ഷനൊക്കെ നടക്കും, മോണിറ്റർ ചെയ്യും. അവിടെ എന്താണ് കുറവെന്ന് പരിശോധിക്കും, ആ കുറവ് നികത്താനായിട്ട് ശ്രമിക്കും. പക്ഷേ എന്തിൻ്റെ കുറവാണ് അവർ നികത്താൻ ശ്രമിക്കുന്നത്? അവിടെ ഭക്ഷണം കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ? ഉച്ചക്കഞ്ഞി കിട്ടുന്നുണ്ടോ? അവർക്ക് പാല് കൊടുക്കുന്നുണ്ടോ? അതിലെന്തെങ്കിലും കുറവ് സംഭവിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പരിശോധിക്കുന്നത്. പൊളിറ്റീഷ്യന്മാർ അതിനൊക്കെ ഒരു മാർഗം കണ്ടെത്താൻ, ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അവർ പുതിയ വാഗ്ദാനങ്ങളുമായിട്ട് വരും. പഠിക്കുന്ന കുട്ടികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം സൗജന്യമായിട്ട് ലാപ്ടോപ്പ് തരാം, അവർക്ക് ബൈസൈക്കിൾ തരാം, സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ട്രാൻസ്പോർട്ടേഷനുള്ള സൗകര്യം ഒരുക്കി തരാം. അങ്ങനെ പല പല ഗ്യാരണ്ടികളുമായിട്ടും ഇവർ മുന്നോട്ട് വരും. പക്ഷേ അടിസ്ഥാനപരമായിട്ടും ഈ പൊളിറ്റീഷ്യൻസ് അവിടെ പഠിക്കുന്ന, ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയാമോ എന്ന് പരിശോധിക്കാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ടോ? 10ാം ക്ലാസ് വരെ നടക്കുന്ന എക്സാമുകളിൽ കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയാമോ എന്ന്, അല്ലെങ്കിൽ കണക്ക് കൂട്ടാനും കുറയ്ക്കാനും അറിയാമോ എന്ന് ശരിക്കും വിലയിരുത്തുന്ന ഒരു പരീക്ഷ ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിലുണ്ട്. 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ്, ഓരോ വർഷവും നടക്കുന്ന പരീക്ഷകളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കണക്കുകളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയേ. എത്ര ശതമാനം ആളുകളാണ് അവിടെ പാസ്സാകുന്നത്, എത്ര ശതമാനം ആളുകളാണ് അവിടെ ഫെയിലാകുന്നത്? ഒരു കുട്ടി 10ാം ക്ലാസ് ഫെയിലാകണമെങ്കിൽ ആ കുട്ടി നന്നായിട്ടൊന്ന് പരിശ്രമിക്കണം. കാരണം അവൻ്റെ പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവനങ്ങ് പാസ്സായി പോകും. അപ്പോൾ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് കാര്യമായിട്ട് അതിലൊന്നും എഴുതാതിരുന്നാൽ പോലും ചിലപ്പോൾ അവൻ പാസ്സായെന്ന് വരാം. പൊളിറ്റീഷ്യൻസ് നോക്കുന്നത് ഇത് മാത്രമാണ്. വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഇതോ 10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നില്ലേ, അതിൽ 99% വിദ്യാഭ്യാസമില്ലേ, നമ്മുടെ കുട്ടികളൊക്കെ അത്രയും മികച്ച നിലവാരത്തിലുള്ള കുട്ടികളാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കും. പക്ഷേ അത് വെറും മായം ചേർക്കൽ മാത്രമാണ്. പിന്നെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അവർ കഴിക്കുന്ന ഉച്ചക്കഞ്ഞി നോക്കിക്കേ, അവർക്ക് കൊടുക്കുന്ന കറികൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ, അവർക്ക് സൗജന്യമായിട്ട് ഞങ്ങൾ ബസ് യാത്ര കൊടുക്കുന്നില്ലേ. ഈ കാര്യങ്ങൾ മാത്രമാണ് അവർ പരിശോധിക്കുന്നത്, ഈ കാര്യങ്ങൾക്ക് മാത്രമാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം പേരൻസും കൂടുതലായി പ്രാധാന്യം കൊടുക്കുന്നത്, ഞാൻ പറയുന്നത് ഉൾഗ്രാമങ്ങളിലുള്ള ഇന്ത്യയിലെ സ്കൂളുകളെക്കുറിച്ചാണ്, അവർ പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ കുട്ടികൾക്ക് സൗജന്യമായി ഭക്ഷണം കിട്ടുന്നുണ്ടോ, സൗജന്യമായിട്ട് സൈക്കിൾ കിട്ടുന്നുണ്ടോ, സൗജന്യമായിട്ട് ലാപ്ടോപ്പ് കിട്ടുന്നുണ്ടോ, ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന ആ കുട്ടി കുറച്ച് കഴിയുമ്പോൾ എഴുതാനും വായിക്കാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പേരെഴുതി വെക്കാൻ പഠിക്കും. അതും അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ടോ അല്ലെങ്കിൽ ചുമ്മാ പോയി അറ്റൻഡ് ചെയ്തിട്ടോ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോട് കൂടി പാസ്സാകും. അതുതന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഈ കൂട്ടർ കരുതുന്നത്. പക്ഷേ അത് ശരിക്കും ഒരു മായം ചേർക്കൽ മാത്രമാണ്. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത വിദ്യാർത്ഥികളെയാണ് നമുക്ക് 10ാം ക്ലാസ്സിന് ശേഷം സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലേക്കോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലകളിലേക്കോ കിട്ടുന്നത്. നോർത്ത് ഇന്ത്യയിലെ ചില സ്കൂളുകളിലെ വീഡിയോ റീൽസൊക്കെ ഈ കാലഘട്ടത്തിൽ വൈറലായിട്ടുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന പല അധ്യാപകർക്കും അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം പോലുമില്ല. അവർക്ക് ശരിക്കും അക്ഷരങ്ങൾ കൂട്ടി എഴുതാനോ വായിക്കാനോ ബേസിക്കായിട്ടുള്ള ഒരു വാക്കിൻ്റെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാനോ അവരെക്കൊണ്ട് സാധിക്കുന്നില്ല. കാരണം അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസം അങ്ങനെയാണ്. അവർ കോമ്പീറ്റ് ചെയ്തിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളുടെ ഒപ്പമാണ്. അതുമല്ലെങ്കിൽ അവർ പിൻവാതിലിലൂടെ ജോലി കിട്ടിയ ആളുകളാണ്. പണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും. ഞാൻ പറയുന്നത് കേരളത്തെ കാര്യത്തെക്കുറിച്ചല്ല, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ
റൂറൽ ഏരിയയിലുള്ള വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചിട്ടാണ്. ആ സ്കൂളുകളിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് എത്രമാത്രം മോശമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് കിട്ടുന്നത്. അവർക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ലെങ്കിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? ഇത് കംപ്ലീറ്റ്ലി ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ മാത്രം കുറ്റമാണ്. ഒരു ക്യാമറ ഓൺ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനെയോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഇവിടെ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിമാരെയോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെയോ അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഇവിടുത്തെ ജാതി മത ഭേദങ്ങളെക്കുറിച്ചൊക്കെ നമുക്കിങ്ങനെ കുറ്റം പറയാം. അത് ആരെക്കൊണ്ട് സാധിക്കും? പക്ഷേ ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരുമല്ലേ, നമ്മൾ ഓരോ വോട്ടേഴ്സുമല്ലേ, നമ്മൾ തീരുമാനിക്കുന്ന ആളുകളല്ലേ നമുക്ക് വേണ്ടി ഇവിടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്, നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളല്ലേ അവർ ചെയ്തു തരാനായിട്ട് നോക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? സൗജന്യമായിട്ട് ബസ്സിൽ കയറി യാത്ര ചെയ്യണം, ട്രെയിനിൽ കയറി യാത്ര ചെയ്യണം, നമ്മുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും 1000 രൂപയോ 1500 രൂപയോ അല്ലെങ്കിൽ 5000 രൂപയോ കിട്ടണം. അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാവുന്നതൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. ഇതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ബോധർ ചെയ്യുന്നത്. അത് ആരൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എന്തൊക്കെ തരുന്നുണ്ടോ അവർക്ക് കൂടുതൽ വോട്ട് നമ്മൾ കൊടുക്കും. അല്ലാതെ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഒരു മാറ്റം ശ്രമിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുന്ന ആളുകളെ തപ്പിപ്പിടിച്ച് ആ ഉയർന്ന പൊസിഷനുകളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകുന്നില്ല. നമ്മൾ ഒന്നെങ്കിൽ ജാതിയുടെ പിന്നാലെ പോകും, അല്ലെങ്കിൽ മതത്തിൻ്റെ പിന്നാലെ പോകും. നമ്മുടെ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യും. അതുമല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾക്കാണെങ്കിൽ കണ്ണും പൂട്ടി വോട്ട് ചെയ്യും. അയാളൊരു കൊലപാതകിയോ അല്ലെങ്കിൽ ഒരു ബലാത്സംഗ വീരനോ എന്തുമായിക്കോട്ടെ, അതൊന്നും നമ്മളെ ബോധർ ചെയ്യുന്ന കാര്യമേ അല്ല. നമ്മുടെ ചിന്ത മുഴുവനും നമ്മുടെ ജാതി, നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൗജന്യമായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം. അത് ആര് തരുന്നോ അവർക്ക് നമ്മൾ വോട്ട് ചെയ്യും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഇങ്ങനെ ആകാനുള്ള കാരണം നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ്. പക്ഷേ ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്കങ്ങനെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞു പോകാൻ സാധിക്കത്തില്ല. അതിൻ്റെ മികച്ചൊരു ഉദാഹരണമാണ് ഹരിയാനയിൽ നടപ്പിലാക്കിയ സാക്ഷം പ്രോഗ്രാം. അവിടെ ഒരു പുതിയ സ്കൂൾ ബിൽഡിംഗ് പണിതെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് സ്ക്രീൻ അവിടെ സ്ഥാപിച്ചെന്ന് പറഞ്ഞ് വലിയ ആഘോഷമോ ഉദ്ഘാടനമോ ഒന്നും നടത്താറില്ല. അവിടെ ആഘോഷിക്കുന്നത് കുട്ടികളുടെ ഔട്ട്കമാണ്. 10ാം ക്ലാസ് എന്ന് പറഞ്ഞൊരു പ്രഹസന എക്സാം നടത്തി അതിൽ 99% വിജയം നേടിയെന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിഘോഷത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവിടെ ശരിക്കും ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കും. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ക്ലാസ്സിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ അറിയുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, അങ്ങനെ ഉറപ്പ് വരുത്താൻ വേണ്ടി മൂന്നാമതൊരു തേർഡ് പാർട്ടിയെ കൊണ്ട് അവിടെ അവരൊരു സ്ക്രീനിങ് നടത്തും, ഒരു ടെസ്റ്റിംഗ് നടത്തും. ആ ടെസ്റ്റിങ്ങിലൂടെ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള അറിവുണ്ടെന്ന് അവർ ഉറപ്പ് വരുത്തും. ആ അറിവ് ഉറപ്പ് വരുത്താൻ വേണ്ടി അവിടെ നേരിട്ട് എത്തിച്ചേരുന്നത് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെയായിരിക്കും. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇൻസ്പെക്ഷൻ അവിടുത്തെ പല സ്കൂളുകളിലും ഉണ്ടാകും, അല്ലെങ്കിൽ അവിടുത്തെ MLA മാർ, അതുമല്ലെങ്കിൽ മന്ത്രിമാരുടെ നേരിട്ടുള്ള ഇൻസ്പെക്ഷൻ ഉണ്ടാകും. അവിടെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ അറിവുകളാണ് അവിടെ ആഘോഷിക്കപ്പെടുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന A+കളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലോ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല ആഘോഷങ്ങൾ നടക്കുന്നത്. ഡൽഹിയിലും വിപ്ലവകരമായിട്ടുള്ള ചില മാറ്റങ്ങൾ നടക്കുന്നു. ഡൽഹിയെ പക്ഷേ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രദേശമാണ്. പ്രധാനമായിട്ടും ഹയർ എഡ്യൂക്കേഷനിൽ ഏറ്റവും ഉന്നതി കൈവരിച്ചിട്ടുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ആ ഡൽഹിയിൽ പബ്ലിക് സ്കൂളുകൾ വലിയ രീതിയിൽ മാറുന്നുണ്ട്. പബ്ലിക് സ്കൂളുകൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അത് മാൻഡേറ്ററി ആയിട്ട് അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നും അതിൽ നിന്ന് അവർക്കൊരു ഔട്ട്കം, ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടെന്നും ഗവൺമെൻറ് ഉറപ്പുവരുത്തുന്നു. കൂടാതെ പേരൻസിന് മാനേജ്മെൻറ്റ് തലത്തിൽ, സ്കൂൾ മാനേജ്മെൻറ്റ് തലത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നു. പേരൻസിന് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ പാഠ്യപദ്ധതിയിലും സ്കൂളിൻ്റെ നടത്തിപ്പിലും വിദ്യാഭ്യാസ രീതിയിലുമൊക്കെ വരുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. 1-2 സംസ്ഥാനങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. എല്ലാ സംസ്ഥാനങ്ങളും മാറ്റങ്ങൾ ഉണ്ടാക്കണം. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നതല്ല, എല്ലാവർക്കും ഏറ്റവും മികച്ച അടിസ്ഥാന വിദ്യാഭ്യാസം ലഭ്യമാക്കണം. അവർക്ക് എഴുതാനും വായിക്കാനും ഗണിതം കൈകാര്യം ചെയ്യാനും സാധിക്കുമെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ മികച്ച രീതിയിൽ ഗണിതം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ആളുകളെ വേണം ഗണിതം പ്രധാന വിഷയമായി അല്ലെങ്കിൽ ശാസ്ത്രം പ്രധാന വിഷയമായിട്ട് സെക്കൻഡറി വിദ്യാഭ്യാസം നേടാനായിട്ട് അനുവദിക്കാൻ. ഇവിടെ എല്ലാ ആളുകൾക്കും A+ കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സെക്കൻഡറിയിൽ സയൻസ് എടുക്കാനായിട്ടുള്ള ആളുകളുടെ ഒരു വലിയ തള്ളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ശാസ്ത്രം കാര്യമായിട്ട് അറിയാവുന്ന ആളുകൾ വളരെ കുറവാണ്.
അതിൽ മാറ്റം ഉണ്ടാകണം. ശാസ്ത്രം ഇവർക്ക് അല്ലെങ്കിൽ ഗണിതം ഇവർക്ക് നന്നായിട്ട് അറിയാം, ഇവരുടെ മേഖല അതാണെന്ന് എക്സാമിൻ്റെ മാർക്കിലൂടെ അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. അല്ലാത്തവർക്ക് മറ്റ് വിഷയങ്ങളിലേക്ക് അവർക്ക് കൂടുതൽ സ്വാധീനം കിട്ടുന്ന, അവർക്ക് കൂടുതൽ ഗ്രാഹ്യമുള്ള മറ്റ് വിഷയങ്ങൾ ചൂസ് ചെയ്യാനും അതിൽ പ്രഗത്ഭരാകാനുമായിട്ട് അവരെ സഹായിക്കണം. അങ്ങനെ അതത് മേഖലകൾ കഴിവ് തെളിയിച്ച് അതത് മേഖലകളിൽ ആപ്റ്റിറ്റ്യൂഡുള്ള ആളുകളെ മാത്രം വേണം ആ സ്റ്റേജുകളിലൂടെ കടത്തിവിടാൻ. അങ്ങനെ ഇത് പരിമിതപ്പെടുത്തണം. അല്ലാതെ എല്ലാ ആളുകൾക്കും ഒരു പ്രത്യേക വിഷയത്തിൽ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുത്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് ശരിക്കും കാര്യമായിട്ടുള്ള ജോലിയൊന്നും കിട്ടാതെ അവർ വേറെ ഏതെങ്കിലും ജോലിക്ക് വേണ്ടി പോകേണ്ടി വരും. അവരുടെ എല്ലാ കഴിവുകളും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ചെറിയ ക്ലാസ്സുകൾ ഉണ്ടാക്കിയെടുക്കണം. അവർക്ക് മാത്സും സയൻസും പഠിക്കാനുള്ള ഈക്വലായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അത് മികച്ച അവസരങ്ങൾ തന്നെ ആയിരിക്കണം. ആ അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് ഉയർന്ന മാർക്ക് മേടിച്ചു വരുന്ന വിദ്യാർത്ഥികളെ വേണം സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ അവർക്ക് ആ ഉയർന്ന മാർക്ക് കിട്ടിയിട്ടുള്ള ട്രേഡുകളിലേക്ക് കടത്തിവിടാൻ. അങ്ങനെ കടത്തിവിടുമ്പോൾ ആ വിഷയങ്ങൾ ആപ്റ്റിറ്റ്യൂഡുള്ള, ആ വിഷയങ്ങൾ അറിവുള്ള ആളുകൾ മാത്രമായിരിക്കും ആ വിഷയങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ നടത്തുക. ആ ഹയർ എഡ്യൂക്കേഷനിൽ ഒരുപാട് പണം ചിലവഴിക്കേണ്ടി വരില്ല. കാരണം അത് പഠിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അവർക്ക് വേണ്ടിയിട്ടുള്ള പണം മാത്രം ചിലവഴിച്ചാൽ മതിയാകും. ഇന്ത്യക്കും ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ സാധിക്കും. ഇപ്പോൾ പറയപ്പെടുന്നത് പോലുള്ള ഒരു സാമ്പത്തിക ശക്തിയുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. താഴെത്തട്ടിലുള്ള ആളുകൾക്കും ഏറ്റവും മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന, ഏറ്റവും മികച്ച തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യയെ കൊട്ടിഘോഷിക്കുന്ന സാമ്പത്തിക ശക്തി എന്ന ആ കോട്ടഡ് വേർഡ് അത് ശരിക്കും ബില്യനേഴ്സിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. അവർക്ക് മാത്രമാണ് ഈ സൗകര്യമുള്ളത്. ഇന്ത്യയിലെ ട്രെയിനുകളുടെ അവസ്ഥയൊന്ന് കണ്ടു നോക്കിയേ. അവിടെ സാധാരണക്കാർ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സും അതിന് താഴെയുള്ള ആളുകളും ട്രാവൽ ചെയ്യുന്ന ആ കമ്പാർട്ട്മെൻറ്റുകളൊന്ന് കണ്ടു നോക്കിക്കേ. ഹിറ്റ്ലറിൻ്റെ നാസി ക്യാമ്പുകൾ പോലും ഇതിനേക്കാൾ ഭേദമായിരിക്കും. അതിനേക്കാൾ മോശമായിട്ട് ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ പിടിയിലുണ്ടായിരുന്ന ആളുകളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തിരുന്നത് അതിനേക്കാൾ മോശമായ രീതിയിലാണ് ഇവിടുത്തെ സാധാരണക്കാർ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യക്കും ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നല്ല. അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇവിടെയുള്ള ബില്യനേഴ്സിൻ്റെ എണ്ണം എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള അപ്പർ മിഡിൽ ക്ലാസ്സിൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സിറ്റികളെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ ഉൾഗ്രാമങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യ സാമ്പത്തികമായിട്ട് വികസിക്കുന്നു അല്ലെങ്കിൽ വികസിച്ചു എന്ന് പറയണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ആളുകളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടണം. താഴേക്കിടയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം. അവർക്ക് വിദ്യാഭ്യാസം കിട്ടണം. അവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഉണ്ടാകണം. അത്തരത്തിലേക്ക് ഇന്ത്യക്ക് മാറാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് ഗ്രാസ് റൂട്ട് ലെവലിലാണ്. മികച്ച IITകൾ കൂടുതലായി പണിതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടാൻ പോകുന്നത് എലൈറ്റ് ക്ലാസ്സിനാണ്. താഴേക്കിടയിലുള്ള ആളുകളും വരുന്നുണ്ട്, പക്ഷേ അത് വളരെ വളരെ ചെറിയൊരു ശതമാനം ആളുകളാണെന്ന് മാത്രം. IITകൾ പഠിച്ചിറങ്ങുന്ന ആളുകളുടെ തന്നെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അതിൽ എത്ര പേരാണ് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വളർന്നു വരുന്നത്? അത് വളരെ ചെറിയ ശതമാനം. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളാണ് മെജോറിറ്റി. അതിൽ നിന്ന് ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് IITകൾ, ഏറ്റവും മികച്ച IITകളിൽ നിന്നും ഏറ്റവും മികച്ച വിദ്യാഭ്യാസവുമായിട്ട് വെളിയിലേക്ക് വരുന്നത്. ഇവർക്കെല്ലാം, ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്നതിലായിരിക്കണം പ്രാധാന്യമുള്ളത്. അത് ഏറ്റവും കൂടുതൽ ഏറ്റവും മികച്ച ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് മാത്രമല്ല, അവർക്ക് ആ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടണം. അവർക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാധ്യമാകണം. ആ നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിയണം. ആ നിലവാരത്തിലേക്ക് എപ്പോഴാണോ നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസങ്ങൾ മാറുന്നത്, ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമായിട്ട് മാറിയിരിക്കും. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്.
അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MPK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.